അങ്ങാടിപ്പുറം പരിയാപുരം ചീരട്ടാമലയിൽ മിനി ലോറി മറിഞ്ഞു. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തൃശൂർ ചൊവ്വാറിൽ നിന്ന് ഫർണിച്ചർ കയറ്റി വന്ന വാഹനമാണ് ചൊവ്വാഴ്ച വൈകുന്നേരം 3-ന് പരിയാപുരം ചീരട്ടമലയിലെ വളവിൽ നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. വാഹനം താഴ്ചയിലേക്ക് മറിയാതെ റോഡിൽ തടഞ്ഞു നിന്നതിനാൽ അപകടം ഒഴിവായി. കുത്തനെയുള്ള കയറ്റിറക്കങ്ങളും വളവുകളുമുള്ള ചീരട്ടാമല റോഡ് സ്ഥിരം ഒരു അപകട മേഖലയാണ്. വണ്ടി കിട്ടിയില്ല, ഒരച്ചൽ കൂടി വന്നു. വളവ് ഭയങ്കര ഡേഞ്ചറായ വളവല്ല. പെട്ടെന്ന് വണ്ടി കൊണ്ട് ചെരിഞ്ഞോണ്ട് കയ്യിലാണ് വണ്ടി പോയി. അവിടെ നിന്നാണ് ചെരിഞ്ഞോണ്ട് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. കുഴിയിലോട്ട് പോയില്ല, അതൊരു ഭാഗ്യം. എന്തെങ്കിലും വേണ്ടത് നടപടി എടുക്കാൻ ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത്. കാരണം കൈ ചെറുതായിട്ടൊക്കെ ഒന്ന് പൊട്ടി നീര് വന്നു. കഴിഞ്ഞ ഓഗസ്റ്റ് 20-ന് ഡീസൽ ടാങ്കർ ലോറി മറിഞ്ഞ ഭാഗത്തിനടുത്തു തന്നെയാണ് ചൊവ്വാഴ്ചയും അപകടം നടന്നത്. ടാങ്കറിലെ ഡീസൽ സമീപ കിണറുകളിൽ ചോർന്നതിനെ തുടർന്ന് സമീപവാസികൾ കുടിവെള്ളത്തിനായി അനുഭവിക്കുന്ന ദുരിതത്തിന് ഇനിയും പരിഹാരമായിട്ടില്ല. അതിനുശേഷവും ചീരട്ടാമല വളവിൽ ലോറി അപകടങ്ങൾ തുടർന്നു. ജനുവരിയിൽ ടിപ്പർ ലോറി മറിഞ്ഞ് ഒരാൾ മരിച്ചിരുന്നു. ടാങ്കർ ലോറി അപകടത്തിനു ശേഷം വളവുകൾ കാണിക്കുന്ന സൂചനാ ബോർഡുകളും വശങ്ങളിൽ വീപ്പകളും സ്ഥാപിച്ചിട്ടുണ്ട്. വളവുകളുള്ള എല്ലാ ഭാഗത്തും ബോർഡുകളില്ല. അപകട മേഖല അപകടരഹിതമാക്കുന്നതിന് സ്ഥിരമായൊരു പരിഹാരം അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ഇന്നിപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഒരു വണ്ടി വന്നതാണ്. പെട്ടെന്ന് അവർക്ക് ഇവിടെ ഈ വളവ് കണ്ടപ്പം നിയന്ത്രിക്കാൻ കിട്ടിയിട്ടില്ല. അപ്പം എന്തോ ഭാഗ്യത്തിന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇവിടെ സ്ഥിരം അപകടം നടന്നുകൊണ്ടിരിക്കുന്നൊരു സ്ഥലമാണ്. അപ്പം അതുപ്രകാരം നമ്മളെ ഈ സ്ഥലത്തിൻ്റെ ഉടമ PWന് വീട് കൂട്ടാനുള്ള സ്ഥലം വിട്ടുകൊടുത്തിട്ടുണ്ട്. അതനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഈ വർക്ക് ടെൻഡറാകാനായി 25 ലക്ഷം രൂപ PWന് നമുക്ക് പാസ്സായിട്ടുണ്ട് ഈ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇലക്ഷൻ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഇപ്പോൾ ടെൻഡറാകാതെ കുറച്ച് വൈകിയിരിക്കുന്നത്. അപ്പോൾ ഉടനടി അത് ഇതിൻ്റെ പ്രവൃത്തി നടക്കുന്നതിൻ്റെ വർക്കുകൾ ഉടനെ ആരംഭിക്കും എന്നുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. CCN പെരിന്തൽമണ്ണ.